ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ വർമ്മ സാറെ കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഇത്തിരി കൂടി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. രാജുവിന്റെ അഡ്വൈസ് എനിക്ക് വേണ്ട. എന്റെ ജീവിതം തകർത്തവൾ, എന്റെ മാനസിക നില നഷ്ടപ്പെടുത്തിയവൾ. ഇനി എന്റെ മോളെയും കൂടി കൈപ്പിടിയിൽ ഒതുക്കാനാണ് അവളെ ശ്രമമെങ്കിൽ രണ്ടിനെ ഞാൻ വെറുതെ വിടില്ല. ആരെയും കാണാനില്ലല്ലോ. ആരും ഇനി ഇവിടെ ഇല്ലേ? എന്തു പറ്റി മേഡം? എന്താ? അച്ഛനെങ്ങാനും കണ്ട ഇന്നെ കഥ കഴിക്കും. കാര്യം സാന്ദ്രയ്ക്ക് അറിയില്ലേ? എന്റെ അച്ഛനും അമ്മയും തമ്മിൽ വലിയ ശത്രുക്കളാ. ഞാൻ അമ്മയെ കാണാൻ വന്നോന്നറിഞ്ഞ അച്ഛൻ എന്നെ കൊല്ലും. പ്രതാപൻ ഇപ്പൊ അവളെ കാണും. ഇവിടെ വെച്ച് അവളെ തീർക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ ഗുഡ് ന്യൂസ് അമ്മയെ വിളിച്ചു പറയാം. എന്ത് ഈ സാന്ദ്ര? മാഡം പേടിക്കണ്ട, ഈ പ്രോബ്ലം ഞാൻ ഡീൽ ചെയ്തോളാം. സാന്ദ്ര എങ്ങനെ? മാഡം പേടിക്കണ്ട മാഡം, ഞാനല്ലേ പറയുന്നേ. ഇവിടെ നീ എന്താ ഇവിടെ? അത് അല്ല, നീ എന്താ ഈ സ്ഥലത്ത്? സാറ് വളരെ ടെൻഷനോടെ വീട്ടിൽ നിന്ന് പോകുന്ന കണ്ടു. ഞാനപ്പോ സാറിനെ ഫോളോ ചെയ്ത് വന്നതാ. അല്ല, സാന്ദ്ര എന്തിനാ ഇവിടെ വന്നേ? അത് ഈ വീട് വാടകയ്ക്ക് കൊടുക്കുന്നു എന്നറിഞ്ഞു. എന്റെ വാടക വീടിന്റെ കാലാവധി തീർന്നു. ഈ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയെ സാന്ദ്രയ്ക്ക് അറിയോ? ഇല്ല. നീ ബൈക്കിലല്ലേ വന്നത്? എന്റെ കാറിന്റെ പിന്നാലെ വാ.
ശ്ശേ, മൊത്തം നശിപ്പിച്ചു. അതും പൊളിഞ്ഞു. ഋതിക മേഡം, എന്നോട് ആലോചിക്കാതെയുള്ള ഈ എടുത്തുചാട്ടം അത് അവസാനിപ്പിക്കണം. ഇപ്പൊ വർമ്മ സാറെ കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി? ഇത്തിരി കൂടി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. രാജുവിന്റെ അഡ്വൈസ് എനിക്ക് വേണ്ട. സാന്ദ്ര, കാറ് കയറ്. സൂക്ഷിക്കണം. അമ്മമ്മേ, ആ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നു മോക്ക് 1 or 10 കാര്യം പറയാലോ. അതിനെന്തിനാ മടിക്കുന്നേ? കേക്കട്ടെ, എന്റെ മോക്ക് എന്താ പറയാനുള്ളേ? അത് പറയും മോളെ. എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അമ്മമ്മേ. ആഹാ, അതാണോ പറയാൻ ഇത്രയും മടിച്ചത്? അതിനെന്താ കുഴപ്പം? നല്ല കാര്യമല്ലേ മോളെ. അത് പഠിക്കാനുള്ള കാര്യമൊക്കെ അമ്മാമ്മ ചെയ്തോളാം. അമ്മാവൻ ഇന്ന് വന്നോട്ടെ. അല്ല, എന്താ ഐശുപുന്നാരെയും ജാതമ്മയും തമ്മിലൊരു കിന്നാരം? നമ്മുടെ പേരക്കുട്ടിക്ക് ഡാൻസ് പഠിക്കണമെന്ന്. അയ്യോ, അതിനാണോ പ്രയാസം? ഈ കലാമണ്ഡലം കൊച്ചമ്മണി ഇവിടെ ഉള്ളപ്പം ഡാൻസ് അല്ല ഉഡാൻസ് വരെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പഠിപ്പിച്ചു തരാം. അയ്യേ, എന്താ ഒരു പുച്ഛം? നല്ല 1ാം തരോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. അമ്മേ, നമുക്ക് കുഞ്ഞിനെ വല്ല ഡാൻസ് സ്കൂളിലും ചേർക്കാം. ആ, അതൊന്നും ശരിയാവത്തില്ല. ഈ കണ്ടവന്മാരൊന്നും പഠിപ്പിച്ചാൽ ശരിയാവത്തില്ല. അല്ല, ആ സ്കൂളിൽ കൊടുക്കുന്ന ഫീസ് എനിക്ക് തന്നാ മതി. ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം ഡാൻസ്. പ്രേമ നൃത്തം, നാടോടി നൃത്തം, ഡപ്പാങ്കൂത്ത്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എന്ന് വേണ്ട എല്ലാ ഡാൻസും എനിക്കറിയാം. ദേ നോക്കിയോ, ഇതാണ് തരികിട നാട്യം. നോക്കിയോ, ടൈ, ധിരളൻ. ഇത് നല്ല 1ാം തരോട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്ക് അച്ഛമ്മയുടെ ഒരു നാട്യവും പഠിക്കണ്ട. ആ, എന്താ എന്റെ നാട്യത്തിന് കുഴപ്പം? തഞ്ചാവൂരിലും നാഗപട്ടണത്തിലും ഒക്കെ പോയി നൃത്തം ചെയ്തിട്ടുള്ളവളാ ഈ കൊച്ചമ്മിണി. ആ, എന്നെ പഠിപ്പിക്കാൻ വരുന്നു. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, താഴെ കിടന്ന് വളർന്നോളണം, കേട്ടല്ലോ? കുഞ്ഞിന് വഴക്ക് പറയല്ലമ്മേ, അവള് കൊച്ചല്ലേ. കൊച്ച് എനിക്കിത്തിരി പുന്നാരം കുറവാ. പോട്ടെ മോളെ. ആ, ദേ അമ്മാവൻ വന്നല്ലോ. അമ്മാവനോട് പറഞ്ഞാ മതി മോളെ ഡാൻസ് സ്കൂളിലാക്കും. ചെല്. അമ്മാവ, എനിക്ക് ഡാൻസ് പഠിക്കണം. എന്നെ ഡാൻസ് സ്കൂളിൽ ചേർക്കോ? മാറി നിൽക്ക്.